ഇത് കണ്ടോ, ഇതൊരു വലിയ ചേനയാണ്. ഏതാണ്ട് ഒരു 100 കിലോയിൽ കൂടുതൽ ഭാരമുണ്ടാകും. ഇത് കൃഷി ചെയ്തുണ്ടാക്കിയത് അടിമാലി സ്വദേശിയായിട്ടുള്ള സുരേന്ദ്രൻ ചേട്ടനാണ്. ഇതിനിപ്പോൾ നിലവിൽ നമ്മൾ ചാണകപ്പൊടി മാത്രമാണ് ഇതിന് നിലവിൽ ഇട്ടുള്ളൂ. അത് കൂടുതൽ ഇട്ടു. 15 കിലോയുള്ള ഒരു വിത്താണ് നട്ടത്. 100 കിലോയിൽ കൂടുതൽ വലിപ്പം ഉണ്ട്, ഇതിന് തൂക്കമുണ്ട്. എങ്ങനെ ഒറ്റയ്ക്ക് ഇത് കുഴിയിൽ നിന്ന് എടുത്തോ? കുഴിയിൽ നിന്ന് 4 പേര് കൂടി പൊക്കിയെടുത്തത്. എല്ലാ തവണയും ഈ ചാണകപ്പൊടി മാത്രം ഉപയോഗിക്കുന്നു? അതെ, രാസവളം ഉപയോഗിക്കില്ല ഒരിക്കലും. 24 വർഷമായി ഇതുപോലത്തെ ചേനകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട്. ഇപ്പം കപ്പകളുണ്ടായിരുന്നു, വലിയ ഇഞ്ചാണോ ഇതുവരെ ഉണ്ടായ ഏറ്റവും വലിയ ചേന? അല്ല, ഇതിലും വലുത് ഉണ്ടായിട്ടുണ്ട്. ഇതിലൊരു 10 കിലോയിൽ കൂടുതലുള്ള ഉണ്ടായിട്ടുണ്ട്. കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം മേളയിൽ ഏതിലെങ്കിലുമൊക്കെ വെക്കാമെന്ന് കരുതി ഉണ്ടാക്കണതാണ്. ഇപ്പം മേളകളെല്ലാം നിന്നുപോയി. ഇത്രയും ഉണ്ടാവുന്നുള്ളത് എല്ലാവർക്കും അറിയാൻ വേണ്ടി ആണ് കൃഷി ചെയ്യണത്. ഇതിപ്പോൾ ആളുകൾ ചിന്തിക്കും വലിയ ഹൈബ്രിഡ് സാധനം. അങ്ങനെ ആളുകൾ ഓർക്കണ ഇത് ഭയങ്കര എന്തോ രാസവളമൊക്കെ ചേർത്ത് ഉണ്ടാക്കണമെന്നാണ്. ഞാൻ ഇതിൽ രാസവളം തൊടിയിച്ചിട്ടുള്ളത്. രാസവളം തൊടിക്കുവാണെങ്കിൽ ഇതിലും വലുത് ഉണ്ടാക്കിയെടുക്കാം വേണമെങ്കിൽ. അന്നേരം അതിൻ്റെ ഈ വെയിറ്റ് കുറവായിരിക്കും, വലിപ്പം ഒരുപാട് കൂടുതൽ കാണും രാസവളം ഇട്ടായിട്ടുണ്ടെങ്കിൽ. ഇത്രയും വലിപ്പം ഉണ്ടായിരുന്നു. ഒരു തെങ്ങിനേക്കായും വലിയ തണ്ടായിരുന്നു. ഹൈറ്റ് എന്നെക്കായൊക്കെ ഒത്തിരി പൊക്കം കൂടാറുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഈ ചേന ചാണകം തേച്ച് വെച്ചിരിക്കുക. ചാണകം തേച്ച് ഇനിയിപ്പോൾ വെച്ചേക്കുവാണ്. ഇനിയിപ്പോൾ മുള വന്നു കഴിയുമ്പോൾ മുറിച്ച് അടുത്ത ഒരു 10-ാമതൊക്കെ ആകുമ്പോഴത്തേക്കും നടാൻ പാകത്തിനാകും. അപ്പോൾ ഈ ഭാഗം മുഴുവൻ മുളയുണ്ടാവും അതിന്. അപ്പോൾ അത് മുളയനുസരിച്ച് മുറിച്ച് ഇതുപോലെ തന്നെ നട്ടാൽ ഇത്ര വെള്ളമൊക്കെ ഉണ്ടാവും. ചാണകപ്പൊടിയാണ്. പിന്നെ ഈ മെയിനായിട്ട് ഈ ബയോഗ്യാസ് ഉണ്ട്, അതിൻ്റെ സ്ലറി കൊണ്ടുവന്ന് ഒഴിക്കും മുളച്ച് കയറി വരുമ്പോഴേ. ചവറൊന്നും ഉപയോഗിക്കാറില്ല. 10 അടി വിസ്താരത്തിലെങ്കിലും കുഴിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ ചാണകപ്പൊടി ആദ്യം ഇടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ വിത്ത് വയ്ക്കും. പിന്നെ കംപ്ലീറ്റ് ചാണകപ്പൊടി ഇട്ടേച്ച് നകന്ന് കഴിയുമ്പോൾ ശകലം മണ്ണും കൂടെ ഇട്ട് മൂടി. ജൈവ രീതിയിൽ തന്നെ വലിയ വലിയ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ വിളകൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിയിക്കുക കൂടിയാണ് അടിമാലി സ്വദേശിയായിട്ടുള്ള സുരേന്ദ്രൻ ചേട്ടൻ. അടിമാലിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു, മാതൃഭൂമി ന്യൂസ്. ജൈവവളം മാത്രം ഉപയോഗിച്ച് ഇത്ര വലിയ ചേനയൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയം തന്നെയാണ്. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് സുരേന്ദ്രൻ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ജൈവവളം കൊണ്ട് വലിയ രീതിയിലൊക്കെ നമുക്ക് നേട്ടം കൊയ്യാൻ കഴിയുമോ കൃഷിയിൽ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാകും. പക്ഷെ അവർക്കൊക്കെ സുരേന്ദ്രൻ വലിയൊരു മാതൃക കാണിച്ചു തരികയാണ്. അപ്പോൾ എന്തായാലും സുരേന്ദ്രന്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ജയനസ് രാജു ചേരുന്നുണ്ട്. ജെയിൻ, സുരേന്ദ്രന്റെ കൃഷിരീതികളൊക്കെ എങ്ങനെ പോകുന്നു മുൻപോട്ട്? ഈ ചേനക്കാര്യത്തിന്റെ കഥ കൂടി അതോടൊപ്പം പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊക്കെ വലിയ രാസവളവും അല്ലെങ്കിൽ ഹൈബ്രിഡ് വിത്തുകളൊക്കെ ഉപയോഗിച്ചാൽ മാത്രമേ വലിയ വിളവ് ലഭിക്കൂ എന്ന ഒരു ധാരണയുണ്ട്. ആ ധാരണ പൂർണ്ണമായും പൊളിച്ചെഴുന്നതാണ് നമ്മൾ അടിമാലിയിലെ ഈ സുരേന്ദ്രൻ ചേട്ടൻ എന്ന കർഷകൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചേന. ഈ ചേനയ്ക്ക് ഏതാണ്ട് 100 കിലോയിലധികം ഭാരമുണ്ട്. അപ്പം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഉപയോഗിച്ചത് ചാണകപ്പൊടി മാത്രമാണ്. അതോടൊപ്പം തന്നെ ബയോഗ്യാസിൻ്റെ സ്ലറി കൂടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 വളം ഉപയോഗിച്ചാൽ മാത്രം വലിയ വിളവ് ഉണ്ടാക്കാൻ കഴിയും എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് അത്. ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, അദ്ദേഹം ഉണ്ടാക്കിയ ഏറ്റവും വലുപ്പമുള്ള ചേനയല്ല ഇത്. ഇതിലും വലുപ്പമുള്ള ചേന ഇതിനു മുമ്പ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാച്ചിലുണ്ടാക്കിയിട്ടുണ്ട്, കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ അടിമാലിയിലും അതോടൊപ്പം തന്നെ തൊടുപുഴയിലും നടക്കുന്ന ഇത്തരം കാർഷിക മേളകളിൽ അദ്ദേഹം പ്രദർശനത്തിന് എത്തിക്കാറുമുണ്ട്. ഇത്തവണ അദ്ദേഹം ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം ആരംഭിച്ചത് അല്പം വൈകിപ്പോയി. ഒരു 3 മാസം മുമ്പെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകുകയും അതിനുവേണ്ട കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഈ ചേന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അടയാളപ്പെടുത്തുമായിരുന്നു. ഇപ്പോഴും മലയാളിയുടെ പേരിലുള്ള ഒരു ചേന തന്നെയാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡിലുള്ളത്. ഒരു കോട്ടയം സ്വദേശിയുടെ ഏതാണ്ട് 65 കിലോ ഭാരമുള്ള ഒരു ചേനയാണ് ഇപ്പോൾ വേൾഡ് റെക്കോർഡ് ആയി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്തവണ സുരേന്ദ്രൻ ചേട്ടൻ്റെ ശ്രമം വിജയിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അടിമാലിയിൽ വിളഞ്ഞ ഈ ചേനയായിരിക്കും ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ അടയാളപ്പെടുത്തേണ്ടിയിരുന്നത്.